ശ്രീ നന്ദു, ഇപ്പോഴും ശ്രീ ജലീൽ പുനലൂർ പറയുന്നത് കേൾക്കൂ. എന്ന് ED-യെയും അതുപോലെ CBI-യെയും ഒക്കെ വിമർശിക്കുന്നോ അതേ ക്യാപ്സൂൾ ഇപ്പോഴും പുറത്തിറക്കുകയാണ്. വീണ വിജയന്റെ കാര്യത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ഈ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, കരുവന്നൂരിൽ ഇന്ന് ED വളരെ കൃത്യമായി കരുവന്നൂരിൽ എന്താണ് സംഭവിച്ചത്, CPM-ന് എന്താണ് ഇത്ര വലിയ രാഷ്ട്രീയ വിരോധം എന്ന് ചോദിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. എത്ര കോടി രൂപയാണ് കണ്ടുകെട്ടിയത്? അല്ല ശ്രീ നീലിമ ചേച്ചി, എനിക്ക് ശ്രീ ജലീൽ പുനലൂർ LDF-ൻ്റെ പ്രതിനിധി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ പൊതുബോധ്യത്തെക്കുറിച്ച്, അതുപോലെ കേരളത്തിൻ്റെ ചരിത്രബോധത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള വിലയിരുത്തലും ഇല്ലാത്തൊരു LDF-ൻ്റെ പ്രതിനിധി സംസാരിക്കും പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പാർട്ടി ഓഫീസ് AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് വെച്ചുകൊണ്ട് അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയ പണം എന്ന് പറഞ്ഞുകൊണ്ട് പണം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിച്ചുകൊണ്ട് ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകൾ, മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ വിജയൻ എന്ന് പറയുന്ന വീണ റിയാസ് ഒരു കമ്പനി തുടങ്ങിയാണ്. എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങിയാണ്. ആ കമ്പനിക്കെതിരെ CMRL എന്ന് പറയുന്ന ആ കമ്പനി CMRL എന്ന് പറയുന്ന കേരളത്തിൻ്റെ ധാതു മണൽ ഖനനം ചെയ്ത് അതിൽ വലിയ രീതിയിൽ അഴിമതി ഉണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾ അടക്കം കണ്ടെത്തിയിട്ടുള്ള, കേരളത്തിലടക്കം അത്തരം വിഷയങ്ങളിൽ ആ അഴിമതിയിൽ കണ്ടെത്തിയിട്ടുള്ള CMRL എന്ന് പറയുന്ന കമ്പനിയുടെ മുതലാളിയുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന മാസപ്പടി വാങ്ങുന്നു. ആ മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ട് SFIOയുടെ കണ്ടെത്തലിൽ, SFIOയുടെ ചോദ്യം ചെയ്യലിൽ വീണ വിജയനും വീണ വിജയൻ്റെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ടെക്നോ പാർക്കിനകത്തുള്ള ടെക്കികൾ എന്ന് പറയുന്നത് പോലെ വീണ വിജയൻ്റെ കമ്പനിക്കകത്ത് വർക്ക് ചെയ്തുന്ന ടെക്കികൾ തന്നെ പറയുന്നു, ഞങ്ങൾ CMRL-ന് വേണ്ടിയിട്ട് യാതൊന്നും തന്നെ ഉണ്ടാക്കി കൊടുക്കുകയോ അവർക്ക് യാതൊരു സേവനം കൊടുത്തതായിട്ടോ ഞങ്ങൾക്കറിവില്ല. ഒരു എഞ്ചിനീയർ പറഞ്ഞത് CMRL എന്ന പേര് തന്നെ ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ടെന്ന് പറയുന്ന രേഖകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്ന്, അല്ലെങ്കിൽ CMRL എന്ന് പറയുന്ന കേരളത്തെ കൊള്ളയടിക്കുന്ന ഒരു കരിമണൽ കമ്പനിയിൽ നിന്ന് നക്കാപ്പിച്ച അച്ചാരം വാങ്ങാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ധാതുമണൽ വിറ്റുകൊണ്ട് കേരളത്തിലെ ധാതുമണൽ എടുക്കാൻ അച്ഛൻ്റെ മകൾ എന്നുള്ള ആ ഒരു സൗഭാഗ്യം ഉപയോഗിച്ചുകൊണ്ട് മാസപ്പടി വാങ്ങിയെടുത്ത വീണ വിജയനെ അന്വേഷിച്ച് ED വരുമ്പോൾ ആ ED-യെ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ CPM-ൻ്റെ ഗുണ്ടാപ്പട ഇറക്കി നിർത്തിയിട്ട് പ്രിയപ്പെട്ട LDF-ൻ്റെ പ്രതിനിധി ജലീൽ പുനലൂർ പറയുന്നത് അതിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള അയ്യങ്കാളിയെ അതിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള കേരളത്തിൻ്റെ നവോത്ഥാന മണ്ഡലത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളായിട്ടുള്ള അയ്യങ്കാളിയെയും മഹാത്മാ അയ്യങ്കാളിയെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ ആ പെരുങ്കള്ളിക്ക് വാഴ്ത്തുപാട്ട് പാടാൻ LDF-ൻ്റെ പ്രതിനിധി ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളോട് കേരളത്തിന് തികഞ്ഞ പുച്ഛമാണെന്നേ. കേരളം നിങ്ങളെയൊക്കെ ഓർത്ത് ലജ്ജിക്കുകയാണ്. സഖാവ് പിണറായി വിജയനെയും കേരളത്തിലെ CPM-നെയും താങ്കളെപ്പോലെയുള്ള LDF-ൻ്റെ ഓരോ പ്രവർത്തകനെയും കാണുമ്പോൾ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. നിങ്ങളെപ്പോലെയുള്ളവർ ഈ കേരളത്തിലെ തരി മണലിനെ വരെ വിറ്റ് തുലയ്ക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ് എന്ന് കേരളത്തിന് പറയേണ്ടി വരികയാണ്. അത് പറയുമ്പോൾ ഈ പറയുന്ന നവോത്ഥാന നായകന്മാരുടെ പേരെടുത്ത് മുന്നിൽ വെച്ചുകൊണ്ടല്ല പ്രതിരോധിക്കേണ്ടത്. നിങ്ങൾ വീണ വിജയനെയും മഹാത്മാ അയ്യങ്കാളിയെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇവിടുത്തെ DYFI-കാരനും SFI-കാരനുമായിട്ടുള്ള ഗുണ്ടകൾ, ആ ഗുണ്ടാപ്പട ഇവിടുത്തെ ED ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്തതും നവോത്ഥാന നായകനായിട്ടുള്ള മഹാത്മാ അയ്യങ്കാളിയെയും ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ തുലനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലയ്ക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുന്നേ. താങ്കളെപ്പോലെയുള്ള ഒരാൾ വന്നിരുന്നൊരു പൊതുമാധ്യമത്തിനകത്ത് വന്നിരുന്ന് പറയുമ്പോൾ മിനിമം ഔചിത്യം വേണ്ടേ? ആ ഔചിത്യം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ ആകെ പരിഭ്രാന്തരാണ്. അധികാരത്തിൻ്റെ 10 വർഷത്തെ മത്ത് നിങ്ങളുടെ തലയ്ക്ക് നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല. നിങ്ങൾക്ക് അധികാരം കിട്ടാത്തതിൻ്റേതായിട്ടുള്ള ഭ്രാന്ത് നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചെരുപ്പ് നക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഈ പറയുന്ന പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിയും പിണറായി വിജയൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാരും രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ അടുക്കളയിലൂടെ കയറിപ്പോകുന്നത് ഇത്തരം ഭ്രാന്ത് തലയ്ക്ക് നിന്ന് ഇറങ്ങിപ്പോകാത്തതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ന്യായീകരിക്കാൻ പോകുന്നത്? വീണ വിജയൻ ഈ പറയുന്ന CMRL കമ്പനിക്ക് കൊടുത്തിട്ടുള്ള എന്ത് സേവനത്തിനാണ് പണം വാങ്ങിയത്? ഇവിടെ മുമ്പ് നിങ്ങളുടെ തന്നെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞല്ലോ, ടാലി, അതുപോലെ തന്നെ MS ഓഫീസ്, എക്സൽ, നാണക്കേടിൻ്റെ പര്യായമായി കേരളത്തിൽ CPM മാറാൻ തീരുമാനിച്ചാൽ, നാണക്കേടിനെ അതും അലങ്കാരമായി തലയിൽ ചുമക്കാൻ LDF തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. പക്ഷേ ഈ നാടിൻ്റെ സ്വത്തിനെ, ഈ നാട്ടിൻ്റെ ധാതുശേഖരത്തെ അച്ചാരം വച്ച് അച്ഛനും മകൾക്കും
ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനുള്ളതല്ല കേരളത്തിൻ്റെ ധാതുമണൽ സമ്പത്ത് എന്ന് ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി അതിലേറെ ഉത്തരവാദിത്വത്തോടു കൂടി CPM-ന്റെ പ്രതിനിധിയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ഇനി ഞാൻ അടുത്ത റൗണ്ടിൽ എനിക്ക് സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ബേസിൽ ഞാൻ ചോദിച്ചിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ടൈമിൽ മറുപടി പറഞ്ഞില്ല, ഈ ടൈമിൽ മറുപടി പറയും എന്ന് ഞാൻ ആഗ്രഹിക്കുക. യെസ്, ബേസിലേക്ക് പോകാം. ശ്രീ ജലീൽ പുനലൂർ, ഇതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ വീണ വിജയന് വേണ്ടി, വീണയ്ക്ക് വേണ്ടി സമരത്തിനിറങ്ങാൻ അല്ലെങ്കിൽ തെരുവിലിറങ്ങാൻ ഞങ്ങളെ ആരെയും വിളിക്കരുത് എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ, പാർട്ടി ഏരിയ കമ്മിറ്റിയിലൊക്കെ സഖാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ്.